വിവാദത്തിൽ പതിരുണ്ടോ അതോ പതറുന്നോ മുഖ്യൻ? ലൈവ് അറ്റ് 6ലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. PR വിവാദത്തിൽ വ്യക്തമായ മറുപടിയില്ലാതെ മുഖ്യമന്ത്രി. ഒരു PR ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. തനിക്കോ സർക്കാരിനോ അറിയില്ല. പറഞ്ഞല്ലോ, ഞാൻ ഒരു PR ഏജൻസിയും ബന്ധപ്പെട്ടിട്ടില്ല. ഒരു PR ഏജൻസിയും ഞങ്ങളുടെ ചുമതലയിലില്ല. ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുമില്ല. നിങ്ങൾ പറഞ്ഞല്ലോ പൈസ കൊടുത്തത് എത്രയാണ്. ഒരു പൈസയും ഞങ്ങൾ ഒരു ഏജൻസിക്കും കൊടുത്തിട്ടുമില്ല. ആകെ ബന്ധപ്പെട്ടത് ഈ പറഞ്ഞ നമ്മുടെ ദേവകുമാറിന്റെ മകനാണ്. അയാൾ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അത് സമ്മതിച്ചെന്നുള്ളത് ശരിയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്റർവ്യൂ നടന്നത്. ദ ഹിന്ദുവിന്റെ വിശദീകരണവും തള്ളി. അഭിമുഖത്തിന് സമീപിച്ചത് TK ദേവകുമാർ MLAയുടെ മകൻ. ADGPക്ക് വീഴ്ചയെന്ന് DGPയുടെ റിപ്പോർട്ട്. എന്നിട്ടും നിലപാട് മാറ്റാതെ മുഖ്യമന്ത്രി. റിപ്പോർട്ട് വരാതെ നടപടിയെടുക്കാനാവില്ല. ഞാനൊരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ നിലപാടിന്റെ ഭാഗമായിട്ട് നടപടിയല്ലേ വരിക? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലപാടിനനുസരിച്ചിട്ടുള്ള ഒരു നിലപാട് എന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് എനിക്ക് നിർബന്ധിക്കരുത്. അപ്പോ അതിൽ കാണേണ്ടത് പരിശോധന കഴിഞ്ഞ് ആ പരിശോധനയുടെ ഭാഗമായി വരുന്ന റിപ്പോർട്ട് എന്താണോ അതിന്റെ ഘട്ടത്തിലാണ് ഞാൻ എന്റെ നിലപാട് പറയേണ്ടത്. പൂരം കലക്കിയതിൽ 3 അന്വേഷണങ്ങൾ. പൂരം അലങ്കോലമായതിനെ കുറിച്ചുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. ഉദ്യോഗസ്ഥ വീഴ്ച ഇന്റലിജൻസിന്. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അതേക്കുറിച്ച് പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അൻവറിനെ ഒഴിവാക്കണമെന്ന് CPM നിയമസഭാ കക്ഷിയിൽ നിന്ന് അൻവറിനെ ഒഴിവാക്കണമെന്ന് സ്പീക്കർക്ക് TP രാമകൃഷ്ണന്റെ കത്ത്. CPM MLAമാരുടെ ബ്ലോക്കിൽ നിന്ന് ഒഴിവാക്കണം. മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്ന KT ജലീലിനെ പരിഹസിച്ച് PV അൻവറും. അർജുന്റെ കുടുംബത്തോട് മാപ്പ് ചോദിച്ചു മനാഫ്. 5 പൈസ ഒരാളോടും വാങ്ങിയിട്ടില്ല. നമ്മള് ഈ വിഷയത്തിൽ ഒരു മുതലെടുപ്പും നടത്തിയിട്ടില്ല. PR വർക്ക് അങ്ങനത്തെ ഒരു കാര്യം നമ്മളാരും ചെയ്തിട്ടില്ല. അതിന് ഞാൻ ആദ്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് മാപ്പ് വയ്ക്കുകയാണ് വൈകാരികമായി എന്നുള്ളത്. എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക. അർജുന്റെ കുടുംബത്തിന്റെ ആരോപണത്തിന് പിന്നാലെ മനാഫിന്റെ YouTube സബ്സ്ക്രൈബേഴ്സിൽ വൻ വർധന. അർജുന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപ സർക്കാർ ധനസഹായം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നടപടി അന്വേഷണ സംഘം ഹൈക്കോടതിക്ക് കൈമാറി. ചൂഷണം അവസാനിപ്പിക്കണമെന്ന് കോടതി. പരാതിയുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലാത്തവരെ നിർബന്ധിക്കരുത്. വിനോദ മേഖലയിൽ നിയമനിർമ്മാണം വേണമെന്ന് വനിതാ കമ്മീഷൻ. മന്ത്രി സ്ഥാനത്ത് നിന്ന് AK ശശീന്ദ്രൻ മാറില്ല. NCPയുടെ മന്ത്രിയായി തുടരും. ഇനിയും കാത്തിരിക്കണമെന്ന് തോമസ് K തോമസിനോട് മുഖ്യമന്ത്രി. കിരീടൻ ജോസിന് വിട. നടൻ മോഹൻരാജ് അന്തരിച്ചു. കിരീടത്തിലെ അതികായനായ വില്ലൻ കീഴടങ്ങിയത് പാർക്കിൻസൺസ് രോഗത്തിന് മുന്നിൽ. '56 വർഷം മുൻപ് വിമാനാപകടത്തിൽ മരിച്ച സൈനികന്റെ മൃതശരീരം തിരുവനന്തപുരത്തെത്തിച്ചു. തോമസ് ചെറിയാന്റെ ഭൗതിക ശരീരം നാളെ രാവിലെ 10 മണിക്ക് പത്തനംതിട്ടയിലെത്തിക്കും. വീട്ടിലെ പൊതുദർശനത്തിനു ശേഷം സൈനിക ബഹുമതികളോടെ സംസ്കാരം. മിസൈൽ ആക്രമണത്തിന് ഇസ്രയേൽ തിരിച്ചടിച്ചാൽ ശക്തമായ പ്രതികരണമുണ്ടാകുമെന്ന് ഇറാൻ. ലെബനനിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ രൂക്ഷമായ ആക്രമണം തുടരുന്നു. പശ്ചിമേഷ്യയിൽ യുദ്ധം വ്യാപിക്കുമെന്ന ആശങ്ക. നോക്കാം വാർത്തകളിലേക്ക് വിശദമായി തന്നെ.
അഭിമുഖത്തിന് PR ഏജൻസി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ അവ്യക്തത. താനോ സർക്കാരോ PR ഏജൻസിയെ നിയോഗിച്ചിട്ടില്ല എന്നായിരുന്നു പിണറായി വിജയന്റെ വിശദീകരണം. PR ഏജൻസി പ്രതിനിധി അഭിമുഖ സമയത്തുണ്ടായിരുന്നുവെന്നും പത്രപ്രതിനിധി എന്നാണ് കരുതിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ താൻ പറയാത്ത കാര്യം അഭിമുഖത്തിൽ വന്നു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അതിൽ നടപടിയുണ്ടാകുമോ എന്ന് വ്യക്തമാക്കിയില്ല. VV അരുണിന്റെ റിപ്പോർട്ടിലേക്ക്. PR ഏജൻസി വിവാദത്തിൽ തികച്ചും ദുർബലമായ വാദമുഖങ്ങളായിരുന്നു വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ചത്. അത്തരമൊരു ഇന്റർവ്യൂ താൻ പറയാത്ത കാര്യമാണ് പറഞ്ഞതെന്ന് മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചു. എന്നാൽ തനിക്ക് ഒരു PR ഏജൻസിയോ താനോ സർക്കാരോ പണം കൊടുത്ത് ഒരു PR ഏജൻസിയും വച്ചിട്ടില്ല എന്ന വാദമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചത്. ഞങ്ങളൊരു ഏജൻസിയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഒരു ഏജൻസിയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അത്തരം ഒരു ഏജൻസിയും ഗവൺമെന്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുമില്ല. നിങ്ങൾ തമ്മിലുള്ള മാധ്യമങ്ങൾ തമ്മിലുള്ള പോരിന് എന്നെ ഇടയാക്കരുത്. നിങ്ങൾ ആ വഴി സ്വീകരിക്കരുത്. ഹിന്ദുവിനെ പറ്റി ഞാൻ പറഞ്ഞു, ഹിന്ദു മാന്യമായ നിലപാടാണ് സ്വീകരിച്ചത്. നിങ്ങളാണെങ്കിൽ സ്വീകരിക്കില്ല. ആ മാന്യമായ നിലപാടെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ, മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് ശരിയായില്ല എന്ന് തന്നെ അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിനപ്പുറം ഒരു തരത്തിലും എന്തിനാണ് ഈ ഒരു ഏജൻസി ഇങ്ങനെ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ അവർക്ക് നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാറാകുമെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. TK ദേവകുമാർ എന്ന CPMന്റെ മുൻ MLAയുടെ മകൻ തന്റെ പരിചയക്കാരനാണ്. അയാൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഹിന്ദുവിന് അഭിമുഖം കൊടുത്തു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അഭിമുഖ സമയത്ത് ഈ ലേഖികയ്ക്കും ഈ ദേവകുമാറിന്റെ മകനുമൊപ്പം ഒരാൾ കൂടി അഭിമുഖ സമയത്ത് വന്നു. അത് ഹിന്ദുവിന്റെ പ്രതിനിധിയായിരുന്നു എന്നാണ് താൻ വിചാരിച്ചത്. അതിനപ്പുറത്തേക്ക് അയാൾ ആരാണെന്ന് അറിയില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷെ അതേസമയം ഈ പറയുന്ന ഏതെങ്കിലും ഭാഗം അവരവരുടെ നിന്ന് വാങ്ങിയിട്ടുണ്ടോ, ഈ പറയുന്ന ചെറുപ്പക്കാരൻ്റെ നിന്ന് വാങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. അവിടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട്. ഇവർ രണ്ടാളാണ് ആദ്യം വന്നത്, പിന്നെ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട്. ഞാൻ അയാളെ കാണുന്നത് എങ്ങനെയാണ്? ഈ വന്ന ഹിന്ദുവിന്റെ മാധ്യമപ്രവർത്തകരുടെ കൂടെയുള്ള ആളെന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. പിന്നെയാണ് പറയുന്നത് അത് ഏതോ ഒരു ഏജൻസിയുടെ ആളാണെന്ന്. എനിക്ക് അത്തരം ഒരു ഏജൻസി അറിയില്ല. ആ വന്നയാളെ എനിക്കറിയുന്നതല്ല. അവിടെ വന്നിരുന്നു എന്നുള്ളത് ശരിയാണ്. ഞാൻ കേരള ഹൗസിൽ ഇരിക്കുന്ന സമയത്താണ് അത് നടക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ വാദമുഖങ്ങളിൽ വലിയ സംശയമാണ് ഉയരുന്നത്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിമുഖമാകട്ടെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്കാകട്ടെ അനുമതിയില്ലാതെ ആർക്കും കടന്നു വരാൻ കഴിയില്ല എന്നതാണ് വസ്തുത. മുഖ്യമന്ത്രി ഡൽഹി കേരള ഹൗസിൽ ഇത്തരം ഒരു അഭിമുഖം നൽകുമ്പോൾ ഒരാൾ പരിചയമില്ലാത്ത ഒരാൾ എങ്ങനെ കടന്നു വന്നതെന്ന് ചോദ്യത്തിന് കൃത്യമായ മറുപടി അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു, അത് വലിയ ഡാമേജ് ഉണ്ടാക്കി അദ്ദേഹം സമ്മതിക്കുന്നു. അങ്ങനെ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിനെതിരെ നിയമ നടപടിക്ക് സർക്കാരോ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്നതും വലിയ ചോദ്യമായി അവശേഷിക്കുകയാണ്. തൃശൂർ പൂരം കലക്കലിൽ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ. ഗൂഢാലോചന ഉണ്ടായോ എന്ന് ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തും. ഉദ്യോഗസ്ഥരുടെ വീഴ്ച ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാം അന്വേഷിക്കും. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ കാര്യത്തിൽ വീഴ്ചയുണ്ടായോ എന്ന് സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തൃശൂർ പൂരം അലങ്കോലമാക്കാൻ നടന്ന ശ്രമം, അതുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണ റിപ്പോർട്ടിൽ വെളിപ്പെടുന്ന കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന ക്രൈംബ്രാഞ്ച് മേധാവിയായ ADGP H. വെങ്കടേഷ് IPSന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുക. പൂരവുമായി ബന്ധപ്പെട്ട ചുമതലകൾ നൽകിയിരുന്ന വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ അവിടെയുണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥരിൽ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിനായി ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാം IPSനെ ചുമതലപ്പെടുത്തുന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഭാഗത്ത്
വീഴ്ചയുണ്ടായതായി സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അതേക്കുറിച്ച് പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ചില പ്രത്യേക രീതിയിലുള്ള ഇടപെടലുകൾ അവിടെ ഉണ്ടാവുകയും പൂരാഘോഷങ്ങൾക്ക് അലങ്കോലമുണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാവുകയുമാണ് ഉണ്ടായത്. അത് ആവർത്തിക്കാതിരിക്കത്തക്ക രീതിയിലുള്ള കർശന നടപടികളിലേക്ക് കടക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ADGPയുടെ റിപ്പോർട്ട് സമഗ്രമായിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ പൂരത്തിനിടയിൽ നടന്നു. ആസൂത്രിതമായ ശ്രമങ്ങളുണ്ടായി. അത് ഗൌരവമായാണ് കാണുന്നത്. കേരളീയ സമൂഹത്തെ ആകെ ബാധിക്കുന്ന ഗൌരവമേറിയ വിഷയമാണ് ഈ സംഭവത്തെ കാണുന്നത്. പൂരവുമായി ബന്ധപ്പെട്ട് നടന്ന കുറ്റകൃത്യങ്ങളിൽ പരിശോധന നടക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ADGPയുടെ റിപ്പോർട്ടിന്റെ ഭാഗമായി ആ റിപ്പോർട്ട് DGP ഗവൺമെന്റ് നൽകുകയാണ്. ആ റിപ്പോർട്ട് നൽകുമ്പോൾ DGP ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, അവിടെ എത്താതിരുന്ന കാര്യം. അത് ഒരു പരിശോധനയുടെ ഭാഗമായിട്ടല്ല. അപ്പോൾ പരിശോധന നടക്കണം. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടന്ന് എന്താണ് ഉണ്ടായ വീഴ്ച എന്ന് കൃത്യമായി കിട്ടണം. അതിനാണ് അദ്ദേഹത്തെ തന്നെ ചുമതലപ്പെടുത്തുന്നത്. DGPയെ തന്നെ. ADGPയാണ് ഈ പറയുന്ന ചുമതല നിർവഹിച്ച ആള് എന്നുള്ളത് കൊണ്ട് ആ ചുമതലയിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരിശോധനയിലൂടെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നേരത്തെയുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് അത് ഈ ദിവസങ്ങളിലേക്ക് ലഭിക്കേണ്ടതാണ്. ഏകദേശം 1 മാസത്തെ സമയമാണ് അതിന് അനുവദിച്ചിരുന്നത്. അതെ, നിങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇന്നൊക്കെയാണ്. അപ്പോൾ അത് കയ്യിൽ കിട്ടുന്ന മുറക്ക് അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും വരും. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയും അതിന് റിപ്പോർട്ടും വരികയും ചെയ്യട്ടെ. നിഷ്പക്ഷമായി നടക്കുമെന്നുള്ളതിനുള്ള ഉറപ്പാണല്ലോ ഇതൊക്കെ. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന തരത്തിലുള്ള ആശങ്കയുണ്ടാവും. അദ്ദേഹത്തിന്റെ മേലെയുള്ള DGP ആണല്ലോ അന്വേഷിക്കുക. അപ്പോൾ DGP തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുകയാണല്ലോ വേണ്ടത്. അപ്പോൾ DGP ഇപ്പോൾ ഒരു പരിശോധന കൂടാതെയാണ് റിപ്പോർട്ട് നൽകിയത്. അത് പരിശോധിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിലൊരു റിപ്പോർട്ട് ഈ ദിവസങ്ങളിൽ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ലഭിക്കുമെന്നാണ് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ മാറിയും പറയുന്നുണ്ട് ഈ ശനിയാഴ്ചയൊക്കെ അവരെ അവധി കൊടുത്തിട്ടുണ്ട്. അതെന്താ നിങ്ങൾ അങ്ങനെ അവധി കൊടുത്തതെന്നറിയില്ല. ഏതായാലും അത് ഞാൻ അവധി കൊടുത്തില്ല. ഞാൻ കൊടുത്ത അവധി 30 ദിവസമാണ്. അപ്പോൾ ആ റിപ്പോർട്ട് കൃത്യമായി കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് കിട്ടുന്ന മുറക്ക് അതിന്റെ ഭാഗത്ത് തീരുമാനം ഉണ്ടാവും. ഇതിന്റെ ഭാഗമായി റിപ്പോർട്ട് വരട്ടെ. ഇത് സംരക്ഷണത്തിന്റെ പ്രശ്നമല്ല. ഒരു ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിന്ന് എന്തെങ്കിലും നടപടിയെടുക്ക് വിധേയനാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ റിപ്പോർട്ട് വേണം. ആ റിപ്പോർട്ടിനാണ് കാത്തു നിൽക്കുന്നത്. ആ റിപ്പോർട്ട് ലഭിക്കട്ടെ. പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. അത് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം എന്താണ് തീരുമാനമെടുക്കേണ്ടത് അന്നേരം ആലോചിക്കാന്നാണ്. ഒരാരോപണം വന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരാളെ ഒഴിവാക്കുക എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്നാണല്ലോ അതിലൂടെ വ്യക്തമാകുന്നത്. അത് ആരോപണം സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള അതിന്റേതായ നിയതമായ സമ്പ്രദായങ്ങൾ നമുക്കുണ്ട്. ആ സമ്പ്രദായം പ്രകാരം അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടന്ന് റിപ്പോർട്ടുകൾ വന്നാൽ ഫലപ്രദമായി നടപടികളിലേക്ക് കടക്കും. P. ശശിക്കെതിരായ ആരോപണവും മുഖ്യമന്ത്രി തള്ളി. അൻവറിന് പല ബിസിനസ് ഇടപാടുകൾ ഉണ്ടാകുമെന്നും അത്തരം ഇടപാടുകളിൽ ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ തന്റെ ഓഫീസില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അൻവറിന്റെ ശീലത്തിൽപ്പെട്ട കാര്യങ്ങൾ പറയുന്നതായിരിക്കുന്നു. അതൊന്നും ഞങ്ങളെ ഓഫീസിലുള്ള ആൾക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ല. അൻവറിന്റെ ശീലത്തിൽ പലതും ഉണ്ടാകുമായിരിക്കും. അദ്ദേഹത്തിന്റെ ബിസിനസ് ഡീലിംഗ്സിൽ പലതരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടാകുമായിരിക്കും. അതിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പുകളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കൂട്ടുകെട്ടുകളോ ഒക്കെ ഉണ്ടാകാം. ഞങ്ങളെ ഓഫീസിൽ ആരും ഈ ബിസിനസ്സുകാർ തമ്മിലുള്ള ഒത്തുതീർപ്പുണ്ടാക്കാൻ വേണ്ടി നടക്കുന്നവരല്ല. പിന്നെ എല്ലാവരുടെയും മറ്റു തരത്തിൽ സഞ്ചരിച്ച് എല്ലാറ്റിലേക്കൊന്നും ഞാനിപ്പോൾ പോണ്ടാലോ.
അതൊന്നൊരു നല്ല മാർഗമല്ല. അതൊന്നൊരു നല്ല മാർഗമല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതൊന്നും ഒരു നല്ല മാർഗമല്ല. ആ നല്ല മാർഗമല്ലാത്ത വഴി അൻവർ സ്വീകരിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ അതിനോട് പ്രതികരിക്കാൻ ഇപ്പൊ ഞാൻ നിൽക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അവജ്ഞയോടെ ആ അധിക്ഷേപങ്ങളെല്ലാം തള്ളിക്കളയുകയാണ്. ഒരു തരത്തിലുള്ള സംശയത്തിന്റെ നിഴലിലുമല്ല എന്റെ ഓഫീസിലിരിക്കുന്നവർ നിൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പ്രസ്താവനയിൽ സർക്കാരിനെതിരെ നിലപാട് കടുപ്പിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. രാജ്യവിരുദ്ധ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടിട്ടും എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത്? അറിഞ്ഞിട്ടും എന്തുകൊണ്ട് സർക്കാർ മിണ്ടിയില്ല? ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ആര് പങ്കാളിയായി എന്നത് സംബന്ധിച്ച വിശദ റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടുവെന്നും ഗവർണർ പറഞ്ഞു. So this is a very serious matter. I have written to the Chief Minister today to furnish me detailed report, and I have specifically asked who are these people and groups who are involved in anti-national activities, what action government has taken against them. I want this report to reach me at the earliest, along with the earlier letter where I had asked what action government has taken in the matter of phone tapping. So I will wait for few days. According to me, this indicates that I do not know how to do this. This is a very serious situation developing in the state. പൂരം കലക്കിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്നും വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ADGPയെ കീ പോസ്റ്റിലിരുത്തി അന്വേഷണത്തെ പ്രഹസനമാക്കുന്നുവെന്നും വി ഡി സതീശൻ ആരോപിച്ചു. ദേവകുമാറിന്റെ മകൻ പറഞ്ഞിട്ടാണോ മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കുന്നതെന്നും വി ഡി സതീശൻ ചോദിച്ചു. അങ്ങനെയെങ്കിൽ PRD മാധ്യമ വിഭാഗവും മീഡിയ സെക്രട്ടറിയുമെല്ലാം പിരിച്ചുവിടട്ടെ എന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തോടുള്ള പ്രതികരണമായി വി ഡി സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് സംഘപരിവാറിന്റെ സ്വരമെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. മലപ്പുറത്തെ അവഹേളിച്ചതിൽ മുഖ്യമന്ത്രി മാപ്പ് പറയണം. PR ഏജൻസി പറഞ്ഞ കാര്യം തന്നെയാണ് മുഖ്യമന്ത്രിയും പറഞ്ഞത്. ADGP MR അജിത് കുമാർ RSS നേതാവ് വത്സൻ തില്ലങ്കേരിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തിനാണെന്ന് വ്യക്തമാക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ADGP RSS നേതാവ് വത്സൻ തില്ലങ്കേരിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ADGP ലോ ആൻഡ് ഓർഡറിന്റെ ജോലി ഇതാണോ? RSS നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയാണോ? ആ ADGP ലോ ആൻഡ് ഓർഡറിനെ മുഖ്യമന്ത്രി പൂർണ്ണമായി സംരക്ഷിക്കുകയും ചെയ്യുന്നു. മുഖ്യമന്ത്രിയുടെ സ്വരം സംഘപരിവാറിന്റെ സ്വരമായി മാറുന്നു. സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകാൻ പണമില്ലാത്ത സർക്കാരാണ് PR ഏജൻസിക്ക് പണം നൽകുന്നതെന്ന് വി മുരളീധരൻ. കഴിഞ്ഞ 8 വർഷ കാലയളവിൽ ഇങ്ങനെ എത്ര തുക ചെലവഴിച്ചു എന്ന് വിശദമാക്കണം. കിങ്കരന്മാരെ കൊണ്ട് വിശദീകരിക്കാതെ മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയണം. ഭൂരിപക്ഷ സമുദായം മാർക്സിസ്റ്റ് പാർട്ടിയെ കൈവിട്ടു. അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇത്തരം PR ഗിമ്മിക്കുകളെന്നും വി മുരളീധരൻ ആരോപിച്ചു. അതേക്കുറിച്ച് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ വാർത്ത വന്നതിന് ശേഷവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും വിശദീകരണവും ഉണ്ടായിട്ടില്ല. പകരം മരുമകനെ ഇറക്കിയിട്ടുള്ള ഡയലോഗുകളാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ തലയാണ്, തലച്ചോറാണ്, തലത്തൊട്ടപ്പനാണ് എന്നൊക്കെയുള്ള ഈ ഡയലോഗുകൾക്ക് പകരം മുഖ്യമന്ത്രി തന്നെ വസ്തുതകൾ വിശദീകരിക്കണം. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ഹിന്ദു ദിനപത്രം തിരുത്തി എന്നാണ്. അദ്ദേഹത്തിന്റെ വായന താഴേന്ന് മുകളിലേക്കാണ്. നമ്മളെല്ലാവരും മുകളിൽ നിന്ന് താഴോട്ടാണ് വായിക്കുന്നത്. അദ്ദേഹം വായിക്കുന്നത് എനിക്ക് തോന്നുന്നു താഴേന്ന് മുകളിലോട്ടേക്കാണെന്നാണ്. ഈ പ്രത്യേക ആക്ഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പ്രത്യേക തരം വായനയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഹിന്ദു ദിനപത്രം തിരുത്തി എന്നുള്ള പ്രസ്താവന നടത്തിയിട്ട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നത്. ADGPയെ മാറ്റാത്തതിൽ ആശങ്കയെന്ന് RJD. അജിത് കുമാറിനെതിരെ അന്വേഷണമല്ല, നടപടിയാണ് വേണ്ടത്. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്നാണ് ഘടകകക്ഷികളുടെ ആവശ്യമെന്നും RJD നേതാവ് വർഗീസ് ജോർജ് പറഞ്ഞു. അതുപോലെ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗത്തിൽ ആവശ്യപ്പെട്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയങ്ങൾക്ക് വിരുദ്ധമാണ് ADGPയുടെ ഇടപെടൽ. ചെറിയ ആളുകളെയൊന്നും അല്ല പോയി കണ്ടത്, RSSന്റെ ദേശീയ നേതാക്കളെ കണ്ടു എന്ന് അദ്ദേഹം സമ്മതിച്ചു. RSSും പിന്നീട് സമ്മതിക്കുകയുണ്ട്. അതുകൊണ്ട് ഇതിന് ഒരു അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല, ഒരു വസ്തുതയാണ് ഇരു കൂട്ടരും സമ്മതിച്ച സ്ഥിതിക്ക്. ആ നിലയിൽ ഇപ്രകാരം ഒരു വസ്തുത നമ്മുടെ മുമ്പിൽ നിലനിൽക്കുമ്പോൾ അതിനെതിരെ അന്വേഷണമല്ല, നടപടിയാണ് ആവശ്യം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്.
ആ നടപടി എന്താണെന്ന് ചോദിച്ചാൽ ഈ ADGPയെ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഞങ്ങൾ മാത്രമല്ല LDFിലെ മറ്റ് ഘടകകക്ഷികളും ആവശ്യപ്പെടുകയുണ്ടായി. ADGPയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്ന് വത്സൻ തിലങ്കേരി. വയനാട് ഉരുൾപൊട്ടൽ സമയത്ത് ആംബുലൻസ് പോലീസുകാർ തടഞ്ഞതുമായി ബന്ധപ്പെട്ടായിരുന്നു കൂടിക്കാഴ്ച. 4 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി C. ബാബു, RSS സംസ്ഥാന സേവാ പ്രമുഖ് MC വത്സൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. വയനാട്ടില് ദുരന്തം നടന്ന സന്ദർഭത്തിൽ സേവന പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ജോർജ് കുര്യൻ സാറിനെ കാണാൻ വേണ്ടി ഞങ്ങൾ ആ ഹോട്ടൽ പോവുകയും അദ്ദേഹമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അതിന്റെ തൊട്ടടുത്ത മുറിയിലായിരുന്നു ADGP ഉണ്ടായിരുന്നത്. അപ്പൊ അന്ന് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ടായിരുന്ന ഒരു വിഷയം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നിന്ന് വരുന്ന ആരോഗ്യ പ്രവർത്തകരും വഹിച്ചു വരുന്ന ആംബുലൻസുകൾ പോലീസുകാർ തടഞ്ഞു വെച്ചൊരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ആ വിഷയം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരു പത്രം റിപ്പോർട്ട് ചെയ്തത് 4 മണിക്കൂർ സംസാരിച്ചു എന്നാണ്. അപ്പോൾ 4 മിനിറ്റ് നേരം അദ്ദേഹമായിട്ട് ഈ വിഷയം ഞങ്ങൾ സംസാരിച്ചു. ഞാനും അദ്ദേഹം ശ്രീ C. ബാബു, ഹിന്ദു ഐക്യവേദി സംസ്ഥാന സംഘടനാ സെക്രട്ടറി, RSSന്റെ സംസ്ഥാന സേവാ പ്രമുഖ് MC വത്സൻ, ഇവർ 3 പേരായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. RSS നേതാവും ADGPയുമായുള്ള കൂടിക്കാഴ്ചയിൽ സ്വകാര്യ കാര്യങ്ങളാണ് സംസാരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നതെന്ന് RSS സമ്പർക്ക് പ്രമുഖ് A. ജയകുമാർ. ADGP RSS നേതാക്കളെ കാണുന്നതിൽ തെറ്റുണ്ടെന്ന് കരുതുന്നില്ല. പല IAS IPS ഓഫീസർമാരും RSS നേതാക്കളുമായി സൗഹൃദം പുലർത്തുന്നവരാണ്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആരും തന്നെ വിളിച്ചിട്ടില്ലെന്നും ജയകുമാർ പറഞ്ഞു. RSSന്റെ ഭാഗത്തുനിന്ന് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഇങ്ങനൊരു സ്വകാര്യ സംഭാഷണത്തിന് പതിവാണ്. സംഘത്തിന്റെ മുതിർന്ന അധികാരികളെ കാണാൻ വരുന്നത് പതിവാണ്. അപ്പോൾ പല ആൾക്കാരും വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വന്നൊന്ന് കണ്ടു, പരിചയപ്പെട്ടു, തിരിച്ചുപോയി, അത്രയേ ഉള്ളൂ. അതിനപ്പുറം വേറെ യാതൊരു വിധത്തിലുള്ള ചർച്ചകളോ സംഭാഷണങ്ങളോ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഇന്ത്യയുടെ ഞാൻ എന്റെ ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, പ്രസിഡന്റുമാര്, പ്രധാനമന്ത്രിമാര് അടക്കമുള്ള മുതിർന്ന സിവിൽ സർവീസുകാരെല്ലാം തന്നെ RSSന്റെ നേതാക്കളെ കാണാറുണ്ട്. അത് അവരുടെ സ്വകാര്യ സംഭാഷണമാണ്. അക്കാര്യത്തിൽ പരിചയപ്പെടലും അത് അവർക്കും അവരുടെ ഓഫീസ് നിർവഹണത്തിന് അത് ഉപയോഗപ്പെടും. PR വിവാദത്തിൽ ദ ഹിന്ദു പത്രവും മുഖ്യമന്ത്രിയുടെ ഓഫീസും പറയുന്നത് കളവെന്ന് PV അൻവർ. ഉത്തരമില്ലാത്തതിനാൽ ഒളിച്ചോടുന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി ചിരിക്കുന്നത്. താൻ ഉന്നയിച്ച വിഷയങ്ങൾ മുഖ്യമന്ത്രി തള്ളുന്നത് പുതിയ സംഭവമല്ല. ഇതുവരെ കണ്ട മുഖ്യമന്ത്രി അമരീഷ് പുരി ആയിരുന്നെങ്കിൽ ഇന്ന് ഇന്നസെന്റിനെ പോലെ ആയതായും അൻവർ പരിഹസിച്ചു. P. ശശിയെക്കുറിച്ച് 10 സഖാക്കൾ നല്ലത് പറഞ്ഞാൽ എല്ലാം നിർത്താമെന്നും അൻവർ പറഞ്ഞു. അതിന് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് വല്ല ഉത്തരവും കിട്ടിയോ? മാത്രമല്ല, ഇത്രയും വലിയൊരു പ്രതിസന്ധി ഈ വിഷയത്തിലുണ്ടായിട്ട് ഇത് സത്യസന്ധമാണെങ്കിൽ എന്താണ് ആ ഏജൻസിക്കെതിരെയോ അല്ലെങ്കിൽ ഹിന്ദു പത്രത്തിനെതിരെയോ പരാതി കൊടുക്കാൻ, നിയമ നടപടി സ്വീകരിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാവാത്തത്? എന്തുകൊണ്ടാണ് ആ റെക്കോർഡ്, ഇപ്പം CMന്റെ PRDയുടെ കയ്യിലും ആ റെക്കോർഡ് ഉണ്ടല്ലോ, അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂവിന്റെ ആ റെക്കോർഡ് എന്താ പുറത്തുവിടാത്തത്? മൂന്നാമത്തെ കാര്യം, രാവിലെ 5 മണിക്ക് അച്ചടിച്ചിറങ്ങിയ പത്രം ഇന്ത്യ രാജ്യം മുഴുവൻ എല്ലാവരുടെയും കൈകളിലെത്തി. അന്ന് രാത്രി മുതിരക്കുളത്ത് വെച്ച് ഞാൻ ഈ പത്രം ഉയർത്തിപ്പിടിച്ച് ചോദ്യം ഉയർത്തി. അതും കഴിഞ്ഞ് പിറ്റേ ദിവസവും ഏകദേശം ഉച്ചയോട് കൂടിയിട്ടാണ് ഇങ്ങനൊരു അബദ്ധം പറ്റിയതായിട്ട് CMOയിൽ നിന്ന് പറയുന്നത്. KT ജലീലിന് സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയില്ലെന്നും PV അൻവർ. ആറാന്റെ കാലിൽ നിൽക്കേണ്ട ഗതികേട് തനിക്കില്ലെന്ന് KT ജലീലിന്റെ മറുപടി. വാർത്താസമ്മേളനത്തിൽ തന്നെ പരിഹസിച്ച PV അൻവറിനെതിരെ ഫേസ്ബുക്കിലൂടെയാണ് KT ജലീൽ മറുപടി നൽകിയത്. അൻവറുമായുള്ള സൗഹൃദം നിലനിർത്തിക്കൊണ്ട് രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്ന നിലപാട് പ്രഖ്യാപിച്ച KT ജലീലിനെ വാർത്താ സമ്മേളനത്തിനിടെ PV അൻവർ പരിഹസിച്ചത് ഇങ്ങനെ. അല്ല, ഞാനതില് ഈ പറഞ്ഞ പോലെ ജലീൽ MLA ഒന്നും കുറ്റം പറയാൻ ഞാൻ ആളല്ല. അവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ മറ്റാരുടെയോ കാലിലാണ് നിൽക്കുന്നത്. ഞാൻ എൻ്റെ സ്വന്തം കാലിൽ, ജനങ്ങളുടെ കാലിൽ, എൻ്റെ കാല് ജനങ്ങളുടെ കാലിൽ കയറ്റിവെച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്കൊന്നും സ്വയം നിൽക്കാൻ ശേഷിയില്ലാത്തതിന്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജനകീയ വിഷയങ്ങൾ സത്യസന്ധമായി ധീരമായി ഏറ്റെടുക്കാൻ അവർക്ക് ശേഷിയില്ലാത്തതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ ശേഷിയുടെ പ്രശ്നം. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ സംബന്ധിച്ച് അത്രേ പറ്റുള്ളൂ. അതുകൊണ്ട് അദ്ദേഹങ്ങൾ തീരുമാനത്തിലുണ്ടാവും. എന്നെ വെടിവെച്ച് കൊന്നാലും മുഖ്യമന്ത്രിക്ക് അപ്പോൾ ആരോ വെടിവെക്കെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് മാറിയതാവും. മനുഷ്യന് ജീവനപ്പേടി ഉണ്ടാവില്ലെന്ന്. ജീവനപ്പേടി ഇപ്പം നമുക്ക് തടുക്കാൻ കഴിയില്ലല്ലോ. വാർത്താ സമ്മേളനത്തിന് പിന്നാലെ അൻവറിനുള്ള മറുപടി ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. മിസ്റ്റർ PV അൻവർ ആരാന്റെ കാലിൽ നിൽക്കേണ്ട ഗതികേട് തനിക്കില്ല എന്ന തലക്കെട്ടോടെ. എന്നും സ്വന്തം കാലിലാണ് നിൽക്കുന്നത്.
തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് പോലും ആരുടെ കയ്യിൽ നിന്നും സംഭാവന വാങ്ങിച്ചിട്ടില്ല. അൻവറിനും അബ്ദുറഹ്മാനും വേണ്ടി പ്രചരണം നടത്താൻ പോയപ്പോഴും പ്രതിഫലം വാങ്ങിച്ചിട്ടില്ല. ഒരു പ്രമാണിയുടെ ഉരമേൽ ഇന്നോളം ജലീൽ കൂരകെട്ടി താമസിച്ചിട്ടില്ല എന്നും കെ.ടി. ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ഒടുവിൽ തന്റെ കുറിപ്പ് കെ.ടി. ജലീൽ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ: താങ്കൾക്ക് ശരിയെന്ന് തോന്നിയത് താങ്കൾ പറഞ്ഞു, എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ പറഞ്ഞു. സമ്പത്തിന്റെ കാര്യത്തിൽ മാത്രമേ താങ്കളെക്കാൾ ഞാൻ പിറകിലുള്ളൂ. ഇങ്ങോട്ട് മാന്യതയാണെങ്കിൽ അങ്ങോട്ട് മാന്യത, മറിച്ചാണെങ്കിൽ അങ്ങനെ. എന്നാൽ പിന്നീട് നടന്ന വാർത്താ സമ്മേളനത്തിൽ അൻവർ ജലീലുമായി ഒരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞ് കാര്യങ്ങൾ ലഘൂകരിക്കാനാണ് ശ്രമിച്ചത്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളെ, ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് തെറ്റാറുണ്ട്. അത് ഞങ്ങൾ കണ്ടാൽ കെട്ടിപ്പിടിച്ച് ചാടിച്ച് പോകാറുണ്ട്. അത്ര കണ്ടാൽ മതി. ന്യൂസ് 18 മലപ്പുറം. അൻവറിന് സഭയിലിരിക്കാൻ സീറ്റ് കിട്ടാത്ത അവസ്ഥയുണ്ടാവില്ലെന്ന് സ്പീക്കർ എൻ ഷംസീർ. 250ഓളം സീറ്റുകൾ സഭയിലുണ്ട്. സഭയിൽ മനഃപൂർവ്വം ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾ ശരിയല്ല എന്നും സ്പീക്കർ പറഞ്ഞു. കഴിഞ്ഞ സെഷനകത്തൊക്കെ ചില ചോദ്യങ്ങൾ വന്നതായി നിങ്ങൾക്കും അറിയാം, അദ്ദേഹത്തിനും അറിയാം. ഏതായാലും ഡെലിബറേറ്റ് ആയി ഒരു നീക്കവും സ്പീക്കർ ഓഫീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പോലീസ് ഹവാല പൊട്ടിക്കൽ നടത്തുന്നുവെന്ന ആരോപണവുമായി കാസർഗോഡ് MLA എൻ.എ. നെല്ലിക്കുന്ന്. കാഞ്ഞങ്ങാട് പോലീസ് 7 ലക്ഷം പിടിച്ചപ്പോൾ രേഖകളിൽ കാണിച്ചത് 4,68,000 രൂപ മാത്രമാണെന്ന് എൻ.എ. നെല്ലിക്കുന്ന് ആരോപിച്ചു. 3 വർഷത്തിനിടെ രജിസ്റ്റർ ചെയ്ത 23 കേസുകളിൽ പോലീസ് എത്ര രൂപ തട്ടിയെടുത്തു എന്ന കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. പണം പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്ത് സംഭവിച്ചു? പിടിച്ചെടുത്ത മുഴുവൻ പണം അത് ഡോക്യുമെന്റ് ആക്കിയിട്ടുണ്ടോ, രേഖയാക്കിയിട്ടുണ്ടോ? അപ്പോൾ ഇതൊക്കെ തീർച്ചയായും വളരെ സീരിയസ് ആയ പ്രശ്നമാണ്. അപ്പോൾ ഇത് വേലി തന്നെ വളർത്തുമ്പോൾ ജനങ്ങൾക്ക് എന്താണ് ഈ പോലീസിന്റെ വിശ്വാസം? അത് വളരെ ഗൗരവമായ വിഷയമാണ്. കേരളത്തിലെ ഏത് പ്രശ്നങ്ങൾ വന്നാലും CPM അതിൽ ജമാഅത്തെ ഇസ്ലാമിയെ ഉൾപ്പെടുത്തുന്നുവെന്ന് ജമാഅത്തെ ഇസ്ലാമി അമീർ മുജീബ് റഹ്മാൻ. യഥാർത്ഥ വിഷയത്തിൽ നിന്ന് വഴിതിരിച്ചുവിടാനാണ് ശ്രമം. സംഘപരിവാർ കാലങ്ങളായി ഉയർത്തിയ ആശയങ്ങളാണ് CPM ബോധപൂർവം മലപ്പുറത്തെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നത്. PR ഏജൻസിക്ക് പിന്നിൽ ആരാണെന്ന് വെളിപ്പെടുത്തണം. ജമാഅത്തെ ഇസ്ലാമുമായി CPM സ്ലീപ്പിംഗ് പാർട്ട്ണറായിട്ടുണ്ട്. അത് ചില നിലപാടുകളുടെ ഭാഗമായാണെന്നും ജമാഅത്തെ ഇസ്ലാമി അമീർ മുജീബ് റഹ്മാൻ പറഞ്ഞു. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. മുസ്ലിം യൂത്ത് ലീഗ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. ബാരിക്കേഡ് മറിച്ചിടാൻ നോക്കിയ പ്രവർത്തകർക്ക് നേരെ പോലീസ് 3 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് വഴുതക്കാട് റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. നടൻ മോഹൻരാജ് അന്തരിച്ചു. തിരുവനന്തപുരം കഠിനംകുളത്തെ വീട്ടിലായിരുന്നു അന്ത്യം. കിരീടം എന്ന ചിത്രത്തിലൂടെ കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തെ അവിസ്മരണീയമാക്കിയ താരമാണ്. വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. ഷംന, ഒരു തലമുറയെ സംബന്ധിച്ചിടത്തോളം അതികായനായ വില്ലൻ, പിന്നീട് പതിറ്റാണ്ടുകൾ കഴിയുമ്പോൾ കോമഡി കഥാപാത്രങ്ങളിലേക്ക്, പിന്നീട് ക്യാരക്ടർ കഥാപാത്രങ്ങളിലേക്ക്, അങ്ങനെ മമ്മൂട്ടിയുടെ റോഷാക്ക് വരെ സൂപ്പർ താര ചിത്രങ്ങളുടെ ഭാഗമായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നടൻ ഓർമ്മയാകുമ്പോൾ എങ്ങനെയാണ് മലയാളി പ്രേക്ഷകർ കീരിക്കാടന് വിട ചൊല്ലുക? അപർണ, ഇന്ന് വൈകിട്ട് 3 മണിയോടെ ആയിരുന്നു കാഞ്ഞിരംകുളത്തെ വീട്ടിൽ വെച്ച് നടൻ മോഹൻരാജിന്റെ അന്ത്യം. ഒരുപക്ഷെ മലയാളികൾക്ക് മോഹൻരാജ് എന്നതിലുപരി കീരിക്കാടൻ ജോസും അതുപോലെ കിരീടം എന്ന ചിത്രവും തന്നെ ആയിരിക്കും മോഹൻരാജിനെ ഓർക്കാൻ ഏറ്റവും എളുപ്പവും. അങ്ങനെ തന്നെ ആയിരിക്കും മലയാളികൾ ഒരുപക്ഷെ ഓർക്കുന്നതും. കാരണം കിരീടം എന്ന ഒറ്റ സിനിമയിലൂടെ ആ ഒരു കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തെ അത്രയും അധികം അനശ്വരനാക്കിയ ഒരു കഥാപാത്രമാണ്. അത്രയും വലിയൊരു നടനാണ്. 90കളിലെ ഒരു കാലഘട്ടത്തിലുള്ളവർക്കറിയാം, ആ 90കളിലെ ഒരു പ്രധാന വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്ത് അവിസ്മരണീയമാക്കിയ താരമാണ് കിരീടം, ചെങ്കോല്, അതുപോലെ ഒട്ടനേകം നരസിംഹം, 6-ാം തമ്പുരാൻ തുടങ്ങി നിരവധി ചിത്രങ്ങളുണ്ട്. തമിഴ്, തെലുങ്ക് ഉൾപ്പെടെ 300ഓളം ചിത്രങ്ങളിലാണ് കീരിക്കാടൻ ജോസ് മോഹൻരാജ് വേഷമിട്ടത്. ഒപ്പം തന്നെ 1988 മൂന്നാം മുറ എന്ന ചിത്രത്തിലൂടെയാണ് ജോസ് ആദ്യമായി സിനിമയിലേക്ക് വരുന്നത്. അതിനുശേഷം 2015 പിന്നെ
ചിറകൊടിഞ്ഞ കിനാക്കൾ എന്ന സിനിമയിലൂടെ വന്നു. അതിനുശേഷം വലിയൊരു ഗ്യാപ്പ് ഉണ്ടാകുന്നു. പിന്നീട് 2022 റോഷാക്ക് എന്ന ചിത്രത്തിലൂടെ ഗ്രേസ് ആന്റണിയുടെ പിതാവായിട്ടാണ് പിന്നീട് ജോസിനെ മലയാളികൾ കാണുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന്, അസുഖത്തെ തുടർന്നൊക്കെ വലിയൊരു ഗ്യാപ്പ് എടുത്ത് മലയാള സിനിമയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു. ചെന്നൈയിൽ കുടുംബസമേതം താമസിക്കുകയായിരുന്നു. പിന്നീട് കഴിഞ്ഞ ഒരു മാസമായി തിരുവനന്തപുരത്ത് ഈ ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി എത്തിയിരുന്നു. അങ്ങനെ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് പാർക്കിൻസൺസ് രോഗമായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ ഇന്ന് വൈകിട്ട് 3 മണിയോടെയാണ് വീട്ടിൽ വെച്ച്, കാഞ്ഞിരംകുളത്തെ വീട്ടിൽ വെച്ച് അന്ത്യം. സിനിമ സീരിയൽ നിർമ്മാതാവായ ദിനേശ് പണിക്കരാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. ഇതോടെ മലയാള സിനിമയ്ക്ക് പകരം വെക്കാനില്ലാത്ത, അല്ലെങ്കിൽ അത്രയും സുപ്രധാന വില്ലൻ കഥാപാത്രങ്ങളിലൂടെ അത്രയും കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ ഒരു താരമാണ് വിട പറയുന്നത്. ഇതോടെ മലയാള സിനിമയിൽ നിന്നടക്കം പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപർണ. അർജുന്റെ പേരിൽ പണപ്പിരിവ് നടത്തിയിട്ടില്ല എന്ന് മനാഫ്. ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തട്ടെ. മുക്കത്ത് സ്വീകരണ ചടങ്ങിൽ പണം തരാമെന്ന് പറഞ്ഞപ്പോൾ അർജുന്റെ പേരിൽ ഇടാനാണ് പറഞ്ഞത്. 75,000 രൂപ അർജുന് ബത്തയായാണ് നൽകിയത്. പണം വാങ്ങിയതിന് അർജുൻ ഒപ്പിട്ട രേഖകളുണ്ട്. അർജുന്റെ കുടുംബത്തിന് ദുഃഖമുണ്ടാക്കുന്ന ഒന്നും ചെയ്യില്ല. തന്റെ പെരുമാറ്റത്തിൽ കുടുംബത്തിന് വിഷമമുണ്ടായെങ്കിൽ മാപ്പ് ചോദിക്കുന്നു. ലോറിക്ക് അർജുന്റെ പേരിടില്ലെന്നും വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും മനാഫ് പറഞ്ഞു. നമ്മൾ ഈ വിഷയത്തിൽ ഒരു മുതലെടുപ്പും നടത്തിയിട്ടില്ല. ഈ വിഷയത്തിൽ ആത്മാർത്ഥമായിട്ട് നമ്മളെ ഒരു ജോലിക്കാരന് വേണ്ടിയിട്ട് നിന്ന് ആ നിപ്പ് അവസാനം വരെ നിന്ന് അവൻ്റെ വീട്ടിലെത്തിച്ച് ഇതേ ചെയ്തിട്ടുള്ളൂ. ഇതിലൊരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു PR വർക്ക് അങ്ങനത്തെ ഒരു കാര്യം നമ്മളാരും ചെയ്തിട്ടില്ല. ആരെ വൈകാരികമായിട്ട് ഈ വിഷയത്തെ പൊതുവേ ഉള്ള എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്, അവർക്കൊരു വൈകാരികമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെയാണ് മനാഫ്. അതിന് ഞാൻ ആദ്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് മാപ്പ് ചോദിക്കുകയാണ് വൈകാരികമായി എന്നുള്ളത്. എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക. പിന്നെ ഓരോ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് മൊത്തം ഈ വിഷയം ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു കുടുംബത്തിന് ഒരു നഷ്ടം വന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. ഞാൻ ആ കുടുംബത്തിൻ്റെ കൂടാണ് ഞാനും എൻ്റെ ഫാമിലിയും മൊത്തം. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തോടു കൂടി ഈ വിഷയത്തിന് നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഇടണം. ദയവ് ചെയ്തിട്ട് ഇനി ഇതൊരു വിവാദമായിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞ് ഓരിഞ്ഞൊരു മറുപടി പറഞ്ഞ് അതിനോട് നമുക്ക് താല്പര്യമില്ല. നമ്മളെ ഫൈനൽ കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ട് ഇന്ന് പറഞ്ഞിട്ട് എന്താക്കുകയാണ്, ഇതിന് ജനങ്ങൾക്കൊരു ക്ലാരിറ്റി കൊടുക്കുകയാണ്. കുറച്ചൊരു ഉത്തരവാദിത്വപരമായിട്ടാണ് എല്ലാവരും പെരുമാറേണ്ടത്, അവരായാലും നമ്മളായാലും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ കണ്ട ചരിത്രമാണ് നമ്മൾ ഈ ദൗത്യം ഇതുപോലെ ലോകത്ത് ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു ദൗത്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിഞ്ഞിട്ട് എന്താവരുത്, ഇതിൻ്റെ ഒരു മഹത്വം നഷ്ടപ്പെടരുത്. കാരണം ഇതിൻ്റെ കൂടെ മൊത്തം എൻ്റയർ ഇന്ത്യ തന്നെ നിന്നതായിട്ട് എനിക്ക് തോന്നിയത്. ആ ഒരു ഇത്രയും ചരിത്രപരമായ ഒരു ദൗത്യത്തിനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അവൻ്റെ ചിത അടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടാവരുത്. ദയവ് ചെയ്തിട്ട് ഇതോട് കൂടിയിട്ട് നമുക്ക് തീരണം. പിന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ സംസാരിക്കും. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, അർജുന്റെ കുടുംബത്തിന്റെ ആരോപണങ്ങൾ, മനാഫിന്റെ മറുപടി, ആ വിവാദത്തിനപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റെടുക്കുകയും ആളിക്കത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മനാഫ് കുടുംബത്തോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കണമെന്ന് പറയുന്നത്. ഈ അനാവശ്യ വിവാദം ഇതോടെ അവസാനിപ്പിക്കപ്പെടുന്നു എന്നുകൂടി വിലയിരുത്താമോ? തീർച്ചയായും ഈ അർജുന്റെ കുടുംബത്തിന് തന്റെ എന്തെങ്കിലും പ്രവൃത്തികളിൽ നിരാശ തോന്നി അല്ലെങ്കിൽ വിഷമം തോന്നിയെങ്കിൽ മാപ്പ് ചോദിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ലോറി ഉടമ മനാഫ് തന്റെ വാർത്താ സമ്മേളനം തുടങ്ങിയത്. അവരെ ആരും ഇനി ടാർഗറ്റ് ചെയ്യുകയോ അവർക്ക് നേരെ സൈബർ ആക്രമണങ്ങൾ ചെയ്യുകയോ ചെയ്യരുത്. കാരണം ഒരു ആളെ നഷ്ടപ്പെട്ട കുടുംബമാണ്. ആ കുടുംബം അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ദിവസങ്ങളിൽ കൂടിയാണ്
കടന്നു പോകുന്നത് അവരും തെറ്റിദ്ധാരണകളുടെ പുറത്താവും തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചതെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം പറയുന്നു. ഈ യൂട്യൂബ് ചാനൽ അടക്കമുള്ള നിർമ്മിച്ചതിനെ കുറിച്ചോ അതിൽ സബ്സ്ക്രിപ്ഷൻ പോലും കാര്യമായി ആയിരുന്നില്ല, അല്ലെങ്കിൽ അതൊരു മോണിറ്റൈസ് ചെയ്ത ചാനലായിരുന്നില്ല. തനിക്ക് ചിലപ്പോൾ പറയേണ്ട കാര്യങ്ങൾ ഒരുപക്ഷെ മാധ്യമങ്ങളുടെ പിന്തുണയൊക്കെ ഇല്ലാത്ത സമയത്ത് നിരവധി ആളുകൾ വിവരങ്ങൾക്കായി തന്നെ വിളിക്കുമ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഒരു യൂട്യൂബ് ചാനലിലൂടെ ഈ കാര്യങ്ങൾ പുറത്തുവിട്ടത്. അതൊരു ധനസമാഹരണ മാർഗമായി അന്നും ഇന്നും താൻ കണക്ക് കൂട്ടുന്നില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. താൻ ചിലയിടങ്ങളിൽ ഈ വൈകാരികമായി ഇടപെടുന്ന ഒരു സ്വഭാവക്കാരനാണ്. അത്തരത്തിൽ തന്റെ വൈകാരികമായ പെരുമാറ്റം ഈ അർജുന്റെ കുടുംബത്തിന് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിലും മാപ്പ് പറയുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. യൂട്യൂബ് ചാനലിൽ നിന്നും അർജുന്റെ ഫോട്ടോ നീക്കം ചെയ്തു. ഒപ്പം ലോറിക്ക് അർജുന്റെ പേരിടും എന്ന് ഇന്നലെ പ്രതികരിച്ചത് അത് വൈകാരികമായ ഒരു പ്രതികരണം മാത്രമാണ്. അർജുന്റെ കുടുംബത്തിന് വിഷമമുള്ളതിനാൽ അക്കാര്യം താൻ പിൻവലിച്ചിരിക്കുന്നു. ഒരു തരത്തിലും ഇനി ആ പേരിട്ട് താൻ വാഹനം ഓടിക്കില്ല, അല്ലെങ്കിൽ ആ പേരിൽ വാഹനം രജിസ്റ്റർ ചെയ്യില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഒപ്പം ഈ സാമ്പത്തികമായി തനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളും അദ്ദേഹം മറുപടി പറഞ്ഞു. ഒരാളിൽ നിന്നും താൻ ഇതുവരെ ഈ അർജുന്റെ ദൗത്യത്തിന് വേണ്ടി പണം ആവശ്യപ്പെടുകയോ വാങ്ങുകയോ ചെയ്തിട്ടില്ല. തന്റെ അക്കൗണ്ട് രേഖകൾ ഇക്കാര്യത്തിനായി പരിശോധിക്കാം. പക്ഷേ മുക്കത്ത് ഒരു സംഘം ആളുകൾ തനിക്ക് സ്വീകരണം നൽകിയപ്പോൾ കുറച്ച് പണം നൽകുന്നു എന്ന് പറഞ്ഞിട്ട് ആ പണം അർജുന്റെ മകന് അയാന് കൈമാറുന്നതിനായി ആ അക്കൗണ്ട് നമ്പർ ഉണ്ടോ എന്ന് താൻ ആരാഞ്ഞിരുന്നു. ഇക്കാര്യമാവും ഒരുപക്ഷെ പണപ്പിരിവായി ആ കുടുംബം തെറ്റിദ്ധരിച്ചത്. അങ്ങനെ തെറ്റിദ്ധരിച്ചതിൽ തനിക്ക് വിഷമമുണ്ട് എന്നും പറയുന്നു. ഒപ്പം തന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു ആധ്യാത്മിക നേതാവ് അർജുന്റെ വീട് സന്ദർശിക്കണമെന്ന് പറഞ്ഞ് അവിടേക്ക് പോയിരുന്നു. അവിടെ വെച്ച് ആ കുട്ടിക്ക് അല്പം പണം കൊടുക്കുകയും അത് പിന്നീട് മറ്റാരോ എടുത്ത് സമൂഹ മാധ്യമത്തിൽ ഷെയർ ചെയ്യുകയും ചെയ്തു. അത് തന്റെ അറിവോടുകൂടി ആയിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഒപ്പം 75,000 രൂപ പ്രതിമാസ ശമ്പളമുണ്ട് എന്ന് പറഞ്ഞത് ഇൻഷുറൻസ് തുക വലുതായി ലഭിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം ഒരാൾ മരണപ്പെടുന്ന സമയം മുതൽ വിരമിക്കുന്ന സമയം വരെയുള്ള ശമ്പളത്തിന്റെ ആനുപാതികമായാണ് ഇൻഷുറൻസ് തുക ലഭിക്കുന്നത്. അതിനുവേണ്ടിയാണ് പറഞ്ഞത്. പക്ഷേ ശമ്പളമായി 75,000 രൂപ ലഭിക്കുന്നില്ലെങ്കിലും ഗതിയായി 75,000 രൂപ എല്ലാം മിക്ക മാസങ്ങളിലും അർജുന് കൊടുത്തിരുന്നു. അതിന്റെ രേഖകൾ തന്റെ പക്കലുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ ഈ കുടുംബം ഉന്നയിച്ച ഓരോ ആരോപണങ്ങൾക്കും കൃത്യമായ മറുപടി നൽകിയാണ് ഇന്ന് മനാഫും കുടുംബവും വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ മേലിൽ അർജുന്റെ കുടുംബമോ അല്ലെ തന്റെ കുടുംബമോ അല്ലെങ്കിൽ താനോ ഒക്കെ പരസ്പരം വാക്കുകൾ പറഞ്ഞിന് മുന്നോട്ട് പോകേണ്ടതില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എം.എസ്. അനീഷ് കുമാർ വിവരങ്ങൾ നൽകിയത്. NCP-യിൽ ഉടൻ മന്ത്രിമാറ്റം ഉണ്ടാകില്ല. മന്ത്രിമാറ്റം ഉടൻ സാധ്യമല്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ തീരുമാനം NCP നേതൃത്വം ശരത് പവാറിനെ അറിയിക്കും. പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതിനപ്പുറം തനിക്കൊന്നും പറയാനില്ലെന്നായിരുന്നു AK ശശീന്ദ്രന്റെ പ്രതികരണം. BVR-ന്റെ റിപ്പോർട്ട്. ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ ഒരുപോലെ പറഞ്ഞിട്ടും തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള PC ചാക്കോ വിഭാഗത്തിന്റെ നീക്കം ഫലിച്ചില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ AK ശശീന്ദ്രനൊപ്പം ഉറച്ചു നിന്നതാണ് അതിന് കാരണം. എന്നാൽ ആ ഒരു നിലപാടല്ല മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിൽ ഇന്ന് NCP-യുടെ സംസ്ഥാന നേതാക്കൾ PC ചാക്കോയും തോമസ് കെ തോമസും AK ശശീന്ദ്രനും മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലെത്തി കാണുമ്പോൾ ആ ഒരു നിലപാടല്ല മുഖ്യമന്ത്രി പറഞ്ഞത്. ഇപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് ഒരു മാറ്റം വരുന്നത്, അതായത് മന്ത്രിസഭയിൽ ഒരു മാറ്റം വരുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ, പ്രായോഗിക ബുദ്ധിമുട്ടുകൾ മുഖ്യമന്ത്രി നേതാക്കളെ അറിയിക്കുകയായിരുന്നു. അത് ശശീന്ദ്രന് അനുഗ്രഹമായി തീർന്നു. AK ശശീന്ദ്രൻ നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ നിലപാടിൽ വിശ്വസിച്ചതാണ് ഇരുന്നത്. അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കും. കാരണം NCP നേതൃത്വം ആദ്യം മുഖ്യമന്ത്രി കണ്ടപ്പോൾ തന്നെ ഒരു മന്ത്രിയെ NCP-ക്ക് ഇടതുമുന്നണി അനുവദിച്ചു. ആ മന്ത്രിയെ അവർ പിൻവലിച്ചാൽ പിന്നീട് മന്ത്രിയെ നൽകണമെന്ന് തീരുമാനിക്കേണ്ടത് ഇടതുമുന്നണി യോഗമാണ്. മുന്നണി യോഗം ചേർന്ന് എല്ലാ കക്ഷികളുടെ അഭിപ്രായത്തിന് ശേഷം മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഇന്നത്തെ കൂടിക്കാഴ്ചയിലും ആ നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചത്. അതാണ് ശശീന്ദ്രന് അനുഗ്രഹമായത്. കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നത് സത്യമാണ്. ഇത് സംബന്ധിച്ച് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രതികരിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞതാണ് വസ്തുത. ആ വസ്തുതക്കപ്പുറം എന്തെങ്കിലും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ നിലപാട് എന്താ സമീപനം അദ്ദേഹത്തിന്റെ? അല്ലാതെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, അങ്ങക്ക് മന്ത്രിസ്ഥാനത്ത് മാറാൻ വിമുഖതയൊന്നും ഇല്ലാന്നും അദ്ദേഹം പറഞ്ഞു. അത് ശരിയാണോ? ഞാനത് മുഖ്യമന്ത്രിയോട് ആ കാര്യം പറഞ്ഞില്ലെങ്കിലും തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ ദേശീയ നേതൃത്വം എന്നോട് നിർദ്ദേശിച്ചിരുന്നു. അതിനുള്ള ശ്രമങ്ങളാണ് ഇന്ന് നടത്തിയത്. ആ ശ്രമത്തിനെ പറ്റി അതിൻ്റെ തീരുമാനത്തെ സംബന്ധിച്ചും സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു തീരുമാനമുണ്ടാകുന്നതുവരെ ഞാൻ തുടരുമെന്നാണല്ലോ എൻ്റെ അർത്ഥം. തോമസ് കെ തോമസും PC ചാക്കോയും മുഖ്യമന്ത്രിയുടെ ഈ തീരുമാനം ഇപ്പോൾ
അംഗീകരിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. പരസ്യമായി അങ്ങനെ പറയുമ്പോഴും അവർക്ക് വലിയ അതൃപ്തിയുണ്ട്. കാരണം NCPയുടെ മന്ത്രിസ്ഥാനം തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണോ, അത് NCPയുടെ ദേശീയ അധ്യക്ഷനും ഹൈക്കമാൻഡും അതുപോലെ സംസ്ഥാന നേതൃത്വവും അല്ലേ എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. പക്ഷേ മറ്റു വഴികൾ ഇപ്പോൾ NCPക്ക് മുമ്പിൽ ഇല്ല. കാരണം മന്ത്രിയെ പിൻവലിച്ചാൽ പകരം മന്ത്രിയെ ഇടതുമുന്നണി അനുവദിക്കാൻ ഇടയില്ല. അനുവദിച്ചാൽ തന്നെ വനം പോലുള്ള പ്രധാന വകുപ്പ് നൽകാനും ഇടയില്ല. അങ്ങനെ മുഖ്യമന്ത്രിയെ വിശ്വസിച്ചുള്ള ശശീന്ദ്രൻ്റെ മുന്നോട്ട് പോക്ക് അദ്ദേഹത്തെ തുണച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ തീരുമാനം തോമസ് കെ തോമസിന് തിരിച്ചടിയാവുകയും ചെയ്തിരിക്കുന്നു. മുതിർന്ന CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കണമെന്ന് ഹൈക്കോടതി. കളമശ്ശേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ നടന്ന ഹിയറിംഗ് നിയമപരമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മകൾ ആശ ലോറൻസ് വീണ്ടും കോടതിയെ സമീപിച്ചത്. മൃതദേഹം ഏറ്റെടുക്കുന്നതിൽ കമ്മിറ്റി രൂപീകരിച്ചതിൽ ഹൈക്കോടതി അതൃപ്തി രേഖപ്പെടുത്തി. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ തീരുമാനം അംഗീകരിക്കാനാവില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം മൃതദേഹത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് നീട്ടാനാവില്ലെന്ന് കോടതി സൂചിപ്പിച്ചു. സെപ്റ്റംബർ 21-നാണ് MM ലോറൻസ് അന്തരിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ ഹൈക്കോടതിയുടെ പ്രത്യേക ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചു. അന്വേഷണ സംഘം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നടപടി മുദ്രവെച്ച കവറിൽ ഹൈക്കോടതിക്ക് കൈമാറി. മൊഴി നൽകിയവർക്ക് പരാതിയുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലെങ്കിൽ നിർബന്ധിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നടപടികൾ മുദ്രവെച്ച കവറിൽ അന്വേഷണ സംഘം ഹൈക്കോടതിക്ക് കൈമാറി. പരാതിയുമായി മുന്നോട്ടു പോകാൻ മൊഴി നൽകിയവർക്ക് താൽപര്യമില്ലെങ്കിൽ നിർബന്ധിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ ജയശങ്കരൻ നബ്യ, CS സുധ എന്നിവരുടെ പ്രത്യേക ബെഞ്ചാണ് റിപ്പോർട്ട് പരിഗണിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെടുത്ത തുടർ നടപടികളും CBI അന്വേഷണം വേണമെന്ന് അടക്കമുള്ള ഹർജികളുമാണ് കോടതി പരിഗണിച്ചത്. സിനിമാ മേഖലയിൽ എന്ത് നടക്കുന്നുവെന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ സർക്കാർ നടപടികൾ കൈക്കൊള്ളണം. സിനിമയുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളിൽ കൂടുതൽ വനിതകളെ ഉൾപ്പെടുത്തണമെന്നും ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടുള്ളവർക്ക് മുൻഗണന നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള സാധ്യതയുണ്ടോയെന്നും തൊഴിൽദാതാവിന് കരാറിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം സർക്കാരിന് നിയന്ത്രിക്കാനാകുമോ എന്നും പരിശോധിക്കണം. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സർക്കാർ തല നടപടി വേണമെന്ന് ഹൈക്കോടതി. ചൂഷണം അവസാനിപ്പിക്കണമെന്നും സിനിമാ മേഖലയെ മാത്രമല്ല സംസ്ഥാനത്തെ എല്ലാ മേഖലയും ഉൾക്കൊള്ളുന്നതാകണം നിയമമെന്നും കോടതി വ്യക്തമാക്കി. വിനോദമേഖലയിലേക്ക് നിയമനിർമ്മാണത്തിനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നതായി വനിതാ കമ്മീഷൻ കോടതിയിൽ റിപ്പോർട്ട് നൽകി. ആളുകൾക്ക് അവസര സമത്വം ഉറപ്പുവരുത്തുന്ന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാകും പുതിയ നിയമമെന്നും വനിതാ കമ്മീഷൻ കോടതിയെ അറിയിച്ചു. സിനിമ, ടെലിവിഷൻ, നാടകം, സംഗീതം, സർക്കസ്, ഫാഷൻ എന്നിവ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നും വനിതാ കമ്മീഷൻ ഹൈക്കോടതിയിൽ പറഞ്ഞു. മൊഴി നൽകിയ പലരും പ്രതികളുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. DIG അജിത ബീഗം, AIG പൂങ്കുഴലി എന്നിവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിനുവേണ്ടി കോടതിയിൽ ഹാജരായത്. ന്യൂസ് 18 കൊച്ചി. വീണ്ടും ഇടവേള. ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് ഇസ്രയേലിന്റെ തിരിച്ചടി തുടരുകയാണ്. ലെബനനിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ രൂക്ഷമായ ആക്രമണമാണ് നടക്കുന്നത്. സിറിയയിൽ ഹസൻ നസ്രള്ളയുടെ മരുമകനും കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. ഇതിനിടെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു കൂടിക്കാഴ്ച നടത്തി. കിരൺ ബാബുവിന്റെ റിപ്പോർട്ട്. പശ്ചിമേഷ്യയാകെ അശാന്തമായി നിൽക്കുകയാണ്. ഏതു സമയവും ഇറാനുമേൽ ഒരു വലിയ വ്യോമാക്രമണം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാം എന്നുള്ള ആകാംക്ഷയിലോ പ്രതീക്ഷയിലോ ഒക്കെയാണ് നിൽക്കുന്നത്. അത്തരത്തിൽ ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അടക്കം തന്റെ രാജ്യത്തേക്ക് വരേണ്ടതില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നതിനെ അർത്ഥം തൽക്കാലം ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ഇസ്രയേൽ തയ്യാറല്ല എന്നതുകൂടിയാണ്. ഇന്ന് ഇപ്പോൾ ലെബനനിലാണ് പ്രധാനമായും ഹിസ്ബുള്ളയ്ക്ക് നേരെയാണ് ഇസ്രയേലിന്റെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ 15 ഹിസ്ബുള്ള പ്രവർത്തകർ കൊല്ലപ്പെട്ടുവെന്ന് IDF തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ മുനിസിപ്പൽ ബിൽഡിംഗിലേക്കാണ് ബോംബാക്രമണം നടന്നത്. ബോംബാക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് 6 ഇസ്രയേൽ സൈനികർ ലെബനിലേക്ക് കടന്നു കയറുന്നതിനിടയിൽ 6 ഇസ്രയേൽ സൈനികരെ കൊലപ്പെടുത്തിയത്. ഇതിന് തൊട്ട് തിരിച്ചടി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇപ്പോൾ ഇസ്രയേൽ നൽകിയിരിക്കുകയാണ്. എന്തായാലും ഇനി ഇറാനുമേൽ ഒരു ശക്തമായ ബോംബ് വർഷം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത്തരമൊരു ജാഗ്രതയിലാണ് ഇപ്പോൾ ഇറാനും നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ലെബനനിൽ ഇതുവരെ 12 ലക്ഷത്തോളം പേർക്കാണ് വീട് നഷ്ടമായതെന്ന് ലെബനൻ ആരോഗ്യ മന്ത്രാലയം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അവിടെ 12 ലക്ഷത്തോളം പേരുടെ വീട് നഷ്ടമായ അത്രത്തോളം വലിയ ബോംബാക്രമണം ലെബനിലെ വിവിധ ഭാഗങ്ങളിലുണ്ടായി. ഹിസ്ബുള്ളയും അതോടൊപ്പം തന്നെ ഹൂതികളും തിരിച്ച് ഇസ്രയേലിന് നേരെ
ഡ്രോൺ ആക്രമണം നടത്തിയെന്നും പല ഡ്രോണുകളും വിജയം നേടി എന്നുമാണ് ഇവർ രണ്ടുപേരും അവകാശപ്പെടുന്നത്. എന്നാൽ ഏതെങ്കിലും തരത്തിൽ മരണം ഉണ്ടായതായോ അല്ലെങ്കിൽ വലിയ നാശനഷ്ടം ഉണ്ടായതായോ ഇസ്രയേലിൽ നിന്ന് റിപ്പോർട്ടുകൾ ഒന്നും വന്നിട്ടില്ല. ഒരു തുറന്ന യുദ്ധത്തിലേക്ക് തന്നെ നീങ്ങുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇതിനിടയിൽ ഹിസ്ബുള്ള ജനറൽ സെക്രട്ടറി ഹസൻ നസറുള്ളയുടെ മരുമകൻ ജാഫർ അൽ ഖാദിർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയും പുറത്തു വന്നു. ഡമാസ്കസിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. ഒരു വീടിന് പാർപ്പിട സമുച്ചയത്തിന് നേരെ നടത്തിയ ആക്രമണത്തിലായിരുന്നു അദ്ദേഹം കൊല്ലപ്പെട്ടതെന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ടെൽ അവീവിലേക്കടക്കം ഡ്രോൺ ആക്രമണങ്ങൾ തുടരുന്നുവെന്നാണ് ഹൂതികളുടെ ഭാഗത്തു നിന്നും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും വരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള കൃത്യമായ സ്ഥിരീകരണം ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. എന്തായാലും പശ്ചിമേഷ്യൻ രാജ്യങ്ങളാകെ ഇപ്പോൾ ഇത്തരമൊരു ആശങ്കയിൽ നിൽക്കുകയാണ്. ഇസ്രയേലിനെ പരസ്യമായി പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒക്കെ എങ്കിലും അത്തരം ഒരു ദീർഘകാലത്തേക്ക് നിൽക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് പോകുന്നതിനോട് ഈ രാജ്യങ്ങൾക്കടക്കം വിയോജിപ്പുണ്ട്. ഐക്യരാഷ്ട്രസഭയ്ക്കും ശക്തമായ വിയോജിപ്പുണ്ട്. പക്ഷേ തൽക്കാലം ഈ രാജ്യങ്ങളുടെയോ ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശം ഇസ്രയേൽ കേൾക്കാൻ സാധ്യതയില്ല എന്നുള്ള വിലയിരുത്തൽ കൂടിയാണ് അന്താരാഷ്ട്ര രംഗത്ത് യുദ്ധരംഗത്തെ നിരീക്ഷകരടക്കം മുന്നോട്ട് വെക്കുന്നത്. അതേസമയം ഹിസ്ബുള്ള ചീഫ് ഹസൻ നസറുള്ള കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുൻപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി വെടിനിർത്തൽ കരാറിന് ധാരണയിലെത്തിയിരുന്നുവെന്ന് ലബനൻ വിദേശകാര്യമന്ത്രി വെളിപ്പെടുത്തി. KP അഭിലാഷ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, സ്വാഭാവികമായിട്ടും വലിയ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. ഈ വെളിപ്പെടുത്തൽ ശരിവെക്കുകയാണെങ്കിൽ ഇസ്രായേലിനെ കൂടുതൽ വിമർശനത്തിലേക്ക് തള്ളിയിടുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പുറത്തു വരുന്ന വെളിപ്പെടുത്തലിലുള്ളത്? അപർണ, തീർച്ചയായും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും അതോടൊപ്പം തന്നെ പ്രതികരണങ്ങൾക്കും സാധ്യതയുള്ള നിർണായകമായ വെളിപ്പെടുത്തൽ ആണ് ഇപ്പോൾ ലബനീസ് വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതായത് സെപ്റ്റംബർ 27 ഹിസ്ബുള്ള തലവനുമായിട്ടുള്ള ഹസൻ നസറുള്ള കൊല്ലപ്പെടുന്നത് എന്ന് നമുക്കറിയാം. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ആയിരുന്നു നസറുള്ളയ്ക്ക് മരണം സംഭവിക്കുകയും ചെയ്തത്. എന്നാൽ ഇങ്ങനെയൊരു മരണം ഒഴിവാക്കാമായിരുന്നു എന്ന ചോദ്യം ആണ് ഇപ്പോൾ ഉയരുന്നത്. കാരണം ഈ ആക്രമണം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്രയേലുമായി ലബനീസ് അതോടൊപ്പം തന്നെ ഹിസ്ബുള്ള വളരെ കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്തിയിരുന്നു. 21 ദിവസത്തെ വെടിനിർത്തൽ കരാറിന് ധാരണയായിരുന്നു എന്നാണ് ലബനൻ വിദേശകാര്യമന്ത്രി അബ്ദുള്ള ബോബ് ഹബീബ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൽ സംശയങ്ങൾ പലതാണ്. അപർണ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, രണ്ട് രാജ്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളോ തമ്മിൽ തുറന്ന യുദ്ധത്തിലേക്ക് ഏർപ്പെടുമ്പോൾ യുദ്ധമര്യാദ എന്ന് പറയുന്ന ഒന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നത്. അത് ലംഘിക്കപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും അതിൽ ഇസ്രായേലാണ് മറുപടി നൽകേണ്ടി വരുന്നത്. പക്ഷേ ഇവിടെ ചോദ്യമുനകൾ ഉയരുന്നത് ഇസ്രായേലിലേക്ക് മാത്രമല്ല എന്നതാണ് അപർണ എടുത്തു പറയേണ്ടത്. ഈ വെടിനിർത്തൽ കരാർ ധാരണയായത് ഫ്രാൻസിന്റെയും അമേരിക്കയുടെയും സഹായത്തോടു കൂടിയാണ് എന്നുകൂടിയാണ് ലബനീസ് വിദേശകാര്യമന്ത്രി പറഞ്ഞത്. അതായത് ഹിസ്ബുള്ള എന്നത് നമുക്കറിയാം തീവ്ര സ്വഭാവമുള്ള സംഘടനയാണ്. നസറുള്ള ഹിസ്ബുള്ളയുടെ മറ്റു നേതാക്കളുമായി കൂടിയാലോചിക്കുകയും അങ്ങനെ ഇസ്രായേലുമായി വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടാലോ എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഹിസ്ബുള്ള എത്തി. ഈ തീരുമാനം അറിയിച്ചത് അമേരിക്കയെയും അതോടൊപ്പം തന്നെ ഫ്രാൻസിനെയും ആണ് എന്നാണ് ഈ അഭിമുഖത്തിൽ ഇദ്ദേഹം വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് പ്രകാരം അമേരിക്കയും ഫ്രാൻസും നെതന്യാഹുവുമായി ബന്ധപ്പെടുന്നു. അങ്ങനെ നെതന്യാഹു ഇതിന് എഗ്രി ചെയ്യുന്നു. അതായത് 21 ദിവസത്തേക്ക് വെടിനിർത്തൽ കരാർ എന്നതിന് എഗ്രി ചെയ്തു എന്ന് ഇരു രാജ്യങ്ങളും ഹിസ്ബുള്ളയെ അറിയിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ നിന്ന് പുറത്തുവരുന്നത്. എടുത്തു പറയേണ്ടത് ഇറാനെതിരായ തിരിച്ചടി എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാമെന്ന് ഇസ്രായേൽ കോൺസൽ ജനറൽ ന്യൂസ് 18നോട്. പ്രകോപനത്തിന് തുടക്കമിട്ടത് ഇറാനാണ്. സാധാരണക്കാരെ കവചമാക്കിയുള്ള നീചമായ ആക്രമണമാണ് ഹിസ്ബുള്ള ഒരു വർഷമായി തുടർന്നത്. അതിനുള്ള തിരിച്ചടിയാണ് ഹസൻ നസറുള്ളയുടെ വധം. ഇറാനെതിരായ പോരാട്ടത്തിൽ യുഎസിന് പുറമെ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും പിന്തുണ ഇസ്രായേലിനുണ്ട്. ഇസ്രായേലിലെ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പുവരുത്തും. ഇന്ത്യയുടെ പിന്തുണ പൂർണ്ണമായും ഇസ്രായേലിനായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഓർലി വൈറ്റ്സ്മാൻ ന്യൂസ് 18നോട് പറഞ്ഞു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. Your response has national significance right now. You held various key positions in the Israeli Ministry of Foreign Affairs. In the midst of this escalating war-like situation in Middle East, I have compelled to begin from there itself. Even though the IDF has anticipated such an attack from Iran, but an immediate retaliation has never been expected by anyone. Am I correct, madam? So Israel was basically, since the 7th of October, I think that was the beginning of all this war right now, which was a horrible massacre done by Hamas, entering villages, entering homes, murdering babies, raping women.
And this began almost a year ago now. And following this, 8th of October, there was also Hezbollah started firing rockets on its own accord, unprovoked, at the northern borders of Israel. Now we have to remember that during these attacks are done by very vicious terrorist groups, but they're all puppeteered by Iran. Iran is one of the key players in this region in terms of what anything to do with terror. Iran has publicly said that it wants to destroy Israel. That's its mission, and it's doing everything it can, both directly, as we saw last night, and indirectly via its proxies in the area. And that's what we're dealing with, basically. So I think to say unanticipated might not be correct, because we have been experiencing Iran's terrorism since the 70s or 80s, and they're doing it basically by proxies that they have built up around the area, or directly even. So I think Israel expects, and Israel can deal and handle any kind of attack that is thrown its way, because Israel will do anything necessary to make sure that Israeli citizens are safe. The whole world is concerned about the response of Israel, how Israel will react to yesterday's Iran's retaliation towards Tel Aviv. Is there any immediate chance for that? I think that now Israel is again, it's not something that we can discuss here on television or anything, but Israel is of course going to do what needs to do in order to make sure that citizens safe, not in the immediately, and also in the long run. So we have to remember that we're not talking about a single event. It's not just last night. Last night was a horrible attack that basically demonstrated how Iran indiscriminately wants to hurt Israelis, civilians, non-civilians. They don't discriminate between them, and they do anything they can just to cause destruction. But this was last night was just one event out of many that have been happening for years and years. Israel has to make sure, first of all, that events like last night never repeat themselves, but also to make sure that the safety of the region and the safety of Israel is secure also in the long run. And that's what Israel is now that will be the considerations for Israel when thinking of how to react to last night's attack. One more thing added to that. The UN Secretary General Antonio Guterres and all other world organizations are urging for a ceasefire. Is there any chance for that thing right now? So really it depends. I would ask that. I would ask Iran about that, because Israel has never had an issue with any of the countries around. Israel's aim since 1948 is to live peacefully in its land. But unfortunately, we've been attacked time and time again by different terrorist organizations and Iran all throughout this time. And so I think if Iran, and other terrorist organizations were willing to put down their weapons, to accept Israel's right to exist, and on a more immediate level, if I want to talk about a more immediate solution for Hezbollah to implement the 1701 UN resolution, then there can be negotiations to stop. But as long as Israel is still threatened, there can't be any solution.